CBSE സ്റ്റേറ്റ് ക്ലാസ് 12ക്കാർക്ക് ഇപ്പോൾ ഓണപരീക്ഷ അല്ലെങ്കിൽ ഹാഫ് ഇയർലി എക്സാം നടക്കുന്ന സമയമാണ്. അപ്പോൾ അതിനകത്തുള്ളൊരു ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ്. സ്ഥിരമായിട്ട് അതിനകത്ത് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ലോ. അത് ഡയറക്റ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഏതിൻ്റെങ്കിലും ഒരു കോൺസെൻട്രേഷൻ തന്നിട്ട് അത് ഹാഫ് ചെയ്യുക അല്ലെങ്കിൽ ഡബിൾ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻ ടു ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ അങ്ങനെ ചോദിക്കാം. റേറ്റ് ലോ എന്ന് തന്നെ ഓർഡർ കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഓർഡർ തന്നിട്ട് നിങ്ങളടുത്ത് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ദാറ്റ് റേറ്റ് ഇക്വേഷൻ എന്നുള്ളത് ചോദിക്കാം. പിന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി, അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് ഡിറൈവ് ചെയ്യാൻ ചോദിക്കുമോ, ദാറ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കുമെന്ന്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്തുള്ള ഗ്രാഫ്, ദാറ്റ് ഈസ് റേറ്റ് കോൺസ്റ്റൻറ്റ് വേഴ്സസ് ടൈം ഗ്രാഫ് ഫോർ 0 ഓർഡറും ഫസ്റ്റ് ഓർഡർ നോക്കണം, സ്ലോപ്പൊക്കെ ഉള്ളത് അത് നോക്കണം കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ പ്രോബ്ലം ഉറപ്പായിട്ടും ഉണ്ടാവും. ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാം, ഒന്നല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ടൈം ആയിരിക്കും, അല്ലെങ്കിൽ ഹാഫ് ലൈഫ് ആയിരിക്കും. കൂടുതൽ നിങ്ങൾക്ക് ചോദിക്കുക 0യും ഫസ്റ്റ് ഓർഡറും മാത്രമേ ചോദിക്കാറുള്ളൂ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഷോ ദാറ്റ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 99.9% കംപ്ലീഷൻ ഈസ് 10 ടൈംസ് ദ ഹാഫ് ലൈഫ്, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ സ്യൂഡോ ഫസ്റ്റ് ഓർഡറിൻ്റെ 2 എക്സാമ്പിൾസ് പഠിച്ചിട്ട് പോകണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് അറീനിയസ് ഇക്വേഷൻ ആണ്. അതായത് log K2/K1 is equal to EA/2.303 R into T2 minus T1 T1 T2 എന്നുള്ള ഇക്വേഷൻ ഇല്ലേ, അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കെമിക്കൽ കൈനറ്റിക്സിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. എല്ലാം പഠിച്ചതിന് ശേഷം ഇതും കൂടി ഒന്ന് നല്ലോണം നോക്കിയിട്ട് പോവുക. കാരണം ഉറപ്പാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. താങ്ക് യു.